ഹലോ മേറ്റ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഗൈസ്, അങ്ങനെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വ്ലോഗ് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സിന് വേണ്ടി വന്നതാണ്. പക്ഷെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ക്ലാസ് ഇല്ല, അവിടെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാ പിന്നെ അവന്മാർക്ക് ഈ ഒരു കാര്യം നേരത്തെ കൂട്ടി വിളിച്ച് പറഞ്ഞുകൂടായിരുന്നെന്ന് ചോദിച്ചപ്പോ സോറി മറന്നുപോയി എന്നായിരുന്നു അവരുടെ റിപ്ലൈ. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ബെസ്റ്റ്. എന്നോട് ഇവർ 2 ദിവസം കൂടുമ്പോൾ ഫീസ് ചോദിച്ച് വരാൻ വേണ്ടി മാത്രം അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറവി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്തായാലും ഒരുങ്ങിക്കെട്ടി വന്നാലേ, എന്നാ പിന്നെ പാലക്കാട് കോട്ടയിൽ ഒന്ന് കയറാന്ന് വിചാരിച്ച്. കുറെ ആയി പോയിട്ട്. സംഭവം ഞാൻ അതിന്റെ അടുത്താണ് ക്ലാസ്സിന് പോണത്. എന്നാ പിന്നെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി വണ്ടി എടുത്ത് നേരെ കോട്ടയിലേക്ക് വിട്ടു. പാലക്കാട് കോട്ടയെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന പോലെ ടിപ്പു സുൽത്താന്റെ കോട്ടയാണെന്ന് മാത്രമേ എനിക്കും അറിയുള്ളൂ. ഇതാണ് കോട്ടയുടെ മുൻഭാഗം. തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ എവിടെ നോക്കിയാലും കപ്പിൾസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നേരെ വണ്ടി പാർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ആ പാർക്കിംഗ് ഫീസ് ചോദിച്ചുകൊണ്ട് ഒരു ചേട്ടൻ വന്നത്. 15 രൂപയാണ് ബൈക്കിന്. എൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പുള്ളിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്തു. അധികം തിരക്കില്ലാത്തതുകൊണ്ട് പുള്ളിയും കൺവിൻസ് ആയി. വിട്ടു ടിക്കറ്റ് കൗണ്ടറിലേക്ക്. 25 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയണത്. അതിച്ചിരി കൂടുതലല്ലേ? മാങ്ങാത്തൊലി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1 വർഷം മുമ്പ് വരെ ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു. ഇപ്പോഴാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയത്. ഇതാണ് ടിക്കറ്റ്. സത്യം പറയാലോ, ഇത്രയും കിടിലൻ പ്ലേസ് ഇവിടെ ഉണ്ടായിട്ടും അതിനനുസരിച്ചൊരു പ്ലാനിങ് ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കനാലിൽ കൂടെ ഒരു ബോട്ട് സഫാരി കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുന്നതായിരുന്നു. കാരണം ഈ ഒരു കനാൽ ഈ കോട്ടയ്ക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ലൊരു വൈബായിരിക്കും ആ ഒരു ബോട്ട് സഫാരി എന്നുള്ളതുകൊണ്ട്. അതുകൂടെ അവന്മാർക്ക് നല്ലൊരു വരുമാനവും കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ്. പക്ഷെ ഇതൊക്കെ ആരോട് പറയാനല്ലേ? ഇതിൽ കുറെ മീനുകളും ആമകളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. ഭാഗ്യത്തിന് ഞാൻ വന്ന സമയത്ത് നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ നേരെ അകത്തേക്ക് നടന്നു കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹനുമാൻ ക്ഷേത്രമാണ്. ഈ ഒരു സ്ഥലത്തിന് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു കാരണം ഈ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ആ ഒരു സൈലൻസ്, പിന്നെ ആ നാമജപത്തിന്റെ പാട്ടും കൂടെ ആകുമ്പോൾ ശരിക്കും ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. ഞാനിവിടെ മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയുടെ മേലേക്ക് പോകാനുള്ള വഴിയായി. അങ്ങനെ ഞാൻ ടിക്കറ്റ് വെരിഫൈ ചെയ്ത ശേഷം മുമ്പോട്ട് നടന്നു. ഈ കാണുന്നത് പണ്ടത്തെ ജയിലായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് വരെ ഇത് പാലക്കാട് ജില്ലാ ജയിലായിരുന്നു. ഈ ജയിൽ ഇപ്പോൾ മലമ്പുഴയിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉള്ള ഒരു ജയിൽ ഈ ഒരു ജയിൽ മാത്രമായിരിക്കും. ജയിൽ പുള്ളികൾക്ക് ഇതിലും നല്ലൊരു ജയിൽ കിട്ടാനില്ല. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറി. ഇനി കാണാൻ പോകുന്നത് ഈ കോട്ടയുടെ ഓരോ മൂലകളാണ്. പണ്ട് യുദ്ധം നടക്കുമ്പോൾ ഒളിച്ചു നിന്ന് എതിരാളികളെ വാച്ച് ചെയ്യാനും വെപ്പൺസ് കൈകാര്യം ചെയ്യാനും യൂസ് ചെയ്ത ഓരോ മൂലകളാണിത്. ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ്. അത് അറിയണമെങ്കിൽ ഇതിന്റെ ഏരിയൽ വ്യൂ കാണുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. കണ്ടില്ലേ, വെൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച ഈ മൂലകൾ ഇന്ന് കപ്പിൾസിന്റെ പ്രൈവറ്റ് സ്പേസ് ആണ്. അവരുടെ ലോകം, അവരുടെ സന്തോഷം. ഇത് നടന്നു കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. മുകളിലേക്ക് കയറിയാൽ ആദ്യമായിട്ട് വരുന്ന ആൾക്ക് നല്ല രീതിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ മൂലകളും ഏകദേശം ഒരേപോലെയാണ്. എവിടെ എത്തി, ഇത് ഏതാ സ്ഥലം എന്ന് ഒരിക്കലും പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ ജയിലിന്റെ കാര്യം പറഞ്ഞില്ലേ, പണ്ട് ഞാനും അമ്മയും കൂടെ വരുന്ന സമയത്ത് ഇവിടെ ജയിൽ പുള്ളിച്ചേട്ടന്മാർ വിറക് വെട്ടുന്നതും പണിയെടുക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. ഇത് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഞാൻ വരുമ്പോൾ ഒരു കപ്പിൾസിന്റെ സേവ് ദ ഡേറ്റ് നടക്കുന്നുണ്ടായിരുന്നു.
ഇത് ആരാ എഴുതിയത്? അവർ ഈ വീഡിയോ എന്തെങ്കിലും കാണാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കണേ കേട്ടോ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ കോട്ടയുടെ ചരിത്രം പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന എനിക്കും അറിയില്ല, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. പക്ഷെ നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം ടിപ്പു ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയോ? ഇവിടെ എവിടെയോ ആയിട്ടൊരു ടണലുണ്ട്. അത് ടിപ്പു ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. അതൊരു സാധാരണ ടണലല്ല കേട്ടോ. അത് കൂടെ പോയി കഴിഞ്ഞാൽ മൈസൂർ എത്തും എന്നാണ് കേട്ടറിവ്. ഇവിടെ നിന്ന് ഏകദേശം 400 കിലോമീറ്ററിനടുത്തുണ്ട് മൈസൂർക്ക്. റോഡ് വഴി പോയാൽ തന്നെ ഒരു ദിവസം എടുക്കും അവിടെ എത്താൻ. എന്നിട്ടാണ് പണ്ട് പുള്ളി തുരങ്കം ഉണ്ടാക്കിയിട്ട് അതുകൂടെ മൈസൂർക്ക് നൈസായിട്ട് സ്കൂട്ടായതെന്ന് അറിഞ്ഞത്. അതാണ് കോമഡി. പണ്ട് യുദ്ധം നടന്ന സമയത്ത് ടിപ്പുവിന്റെ പ്രജകൾ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് തുരങ്കം വഴി രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ജോർജ് കുട്ടി എന്താ ഇതൊക്കെ? ഒന്നും പറയാൻ സമയമല്ല, പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ചരിത്രം പറയാത്തത്. ഇനി എന്തെങ്കിലും ഇതിൽ തെറ്റോ ശരിയോ ഉണ്ടെന്ന് അറിയാൻ ടിപ്പുവിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കേണ്ടി വരും. കോട്ടയുടെ ഏത് മൂലയിൽ കയറിയാലും അവിടെ ഏതെങ്കിലും ഒരു കപ്പിൾസ് ഉണ്ടാവും. ഇനി ഞാനായിട്ട് അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഹനുമാനെയും കണ്ടത് വരുന്ന വഴിക്ക് ഒരു ലോട്ടറിയും എടുത്തു. ഇതെന്തായാലും അടിക്കില്ല, അത്രയ്ക്ക് നല്ല സമയമായപ്പോൾ എനിക്ക്. എന്നാലും ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണം എടുത്തു. ഇനി എന്താന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 1 വീക്കായിട്ട് എനിക്ക് നല്ല രീതിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. സോ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി വീണ്ടും എടുത്ത് നേരെ വിട്ടു പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക്. ഇതാണ് ഹോസ്പിറ്റൽ. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇപ്പൊ കയറാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ തീർന്നു. ഫുൾ ഫെസിലിറ്റീസ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ, ഫുൾ തിരക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് OP ടിക്കറ്റ് എടുത്തു. 172ാമത്തെ ടിക്കറ്റ് ആണ് എൻ്റെ. 2ാം നിലയിലാണ് ഓർത്തോളജി. ഞാൻ സ്റ്റെയർ കേസ് വഴി കയറി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും തൽക്കാലം നല്ല രീതിക്ക് ഇപ്പോൾ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്നും ഇങ്ങനെ ഉണ്ടായത് നന്നായാനെ. അങ്ങനെ ഞാൻ നേരെ ഡോക്ടറെയും കാണിച്ച് ടാബ്ലറ്റ് വാങ്ങി വന്നു. ഇനി നേരെ വീട്ടിൽ പോകണം, ഈ വീഡിയോസ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതാണ് എൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ദിവസത്തെ ഒരു ചെറിയ സമയത്തെ ചെറിയ കാര്യങ്ങൾ എന്ന് പറയണത്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി അടുത്ത് നോക്കാൻ പോണത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അഭിപ്രായം പറഞ്ഞേക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കേട്ടാൽ മാത്രമേ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോകൾക്ക് എന്തെങ്കിലും ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ വരാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ പോകുന്നു. ബൈ ബൈ.